ഒരുമിച്ച് മുന്നേറാന്നുള്ള കമൻ്റ് ഇട്ടിട്ട് ഇനി ആരും തന്നെ സമയം കളയണ്ട. അതിനുള്ള കിടിലൻ ഫീച്ചർ യൂട്യൂബ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെയധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, നല്ല രീതിയിൽ എല്ലാവരും ഗ്രോ ആവാൻ സാധ്യതയുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുതുതായിട്ട് യൂട്യൂബ് കൊണ്ടുവന്നത്. അതിനു മുമ്പേ ഞാൻ ചെറിയൊരു കഥ പറഞ്ഞില്ല, സാധാരണ പറയുന്നത് പോലെ. അപ്പോൾ ഈ സ്റ്റോറീസ് അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നുള്ളവർ കുറച്ചുകൂടി ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ഇത് ഒരു സന്യാസിയുടെ കഥയാണ്. ഗുഹയിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ഈ സന്യാസിക്ക് ഒരു ആഗ്രഹം, ആൾക്ക് ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ആ വീട് വെക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ നേരെ ആളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത് കാണുന്ന കടകളിലേക്ക് പോയി അവിടെ നിന്ന് ഈ മരം മുറിച്ച്, പഴയ കാലത്താണ് മരം മുറിച്ച് മരം കൊണ്ടുള്ള ഒരു വീടുണ്ടാക്കാനാണ് പദ്ധതി. അതുകൊണ്ട് തന്നെ ഈർച്ചവാളുണ്ടല്ലോ, ഈർച്ചവാൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ആ ഷോപ്പിലേക്ക് പോയപ്പോൾ ഷോപ്പുകാരനോട് പറഞ്ഞു, എനിക്ക് ഇന്നതാണ് എൻ്റെ ആവശ്യം, എനിക്ക് ഇന്നത് സംഭവത്തിന് വേണ്ടി ടൂൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ വാള് കൊടുത്തു. അത് ആ വാള് കൊടുക്കുമ്പോൾ ആൾ പറഞ്ഞു, ഇത് ഏറ്റവും മൂർച്ചമുള്ള ഒരു വാളാണ്. അതായത് ഈ ഒരു വാള് കൊണ്ട് നമുക്ക് ഒരു 20 ദിവസം കൊണ്ട് മുറിക്കുന്ന മരങ്ങൾ ഒരു ദിവസം കൊണ്ട് മുറിക്കാൻ പറ്റും. ഇനി അങ്ങനെ മുറിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ വാള് തിരിച്ചു തന്നാൽ ഞാൻ അതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുറിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വാളിൻ്റെ പൈസ തിരിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഈ ഒരു വാക്ക് കേട്ടിട്ട് ആളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മരം മുറിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ സന്യാസി ഈ ഷോപ്പിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അയാളെ കച്ചവടക്കാരൻ കാണുമ്പോൾ ഫുൾ ക്ഷീണിച്ച് ആ കൂടെ അവശനായി ഒരു കോലത്തിലായിരുന്നു. എന്നിട്ട് വളരെ ദയനീയമായിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റിച്ചു, നിങ്ങൾ ഈ തന്ന വാള് കൊണ്ട് മരം മുറിയുന്നില്ല, അതുകൊണ്ട് എൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തായാലും കച്ചവടമാണ്, നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് പറഞ്ഞിട്ട് ആ വാള് വാങ്ങിച്ചു. വാള് വാങ്ങിച്ചിട്ട് നോക്കുമ്പോഴാണ് അതിൽ കെട്ടിയ കയറ് കച്ചവടക്കാരനൊന്ന് അയച്ചു. അപ്പോൾ ടപ്പേന്ന സൗണ്ടിൽ എന്ത് ചെയ്തു, ഈ വാളിങ്ങനെ തുറന്നു വന്നു. ഈ വാള് തുറന്നു വന്നപ്പോൾ പിന്നെ കച്ചവടക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഈ വാൾ ഉപയോഗിക്കേണ്ടത് ഈ കയറ് മുറിച്ച് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലാണ്. നിങ്ങൾ ഉപയോഗിച്ചത് കെട്ടി തന്ന രൂപത്തിൽ നിങ്ങൾ മുറിച്ചാൽ ഇത് മുറിയൂല. പ്രശ്നം വാളിൻ്റെ അല്ല, നിങ്ങൾക്കിത് ഉപയോഗിക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത് എന്നാണ് അയാൾ പറഞ്ഞത്. ഇതെന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞാൽ, യൂട്യൂബ് നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള ടൂൾസും ഫീച്ചേഴ്സും തരും. നമുക്കിത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്കതിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല മാത്രമേ നമ്മൾ എവിടെ എത്തിയില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് ഓരോ ടൂൾസും കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് യൂട്യൂബ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഫീച്ചറാണ്. പക്ഷെ വന്നിട്ടില്ല, ഞാൻ നോക്കി, എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും വന്നെങ്കിൽ പറയണം. കൊളാബ് എന്ന് പറയുന്ന ഓപ്ഷനാണ്, കൊളാബറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഒരാളെ കൂടി 5 പേരെ കൊളാബ് ചെയ്യാം. 5 പേരെ കൊളാബ് ചെയ്യുന്ന സമയത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ 5 പേരുടെയും സബ്സ്ക്രൈബേഴ്സിനും മറ്റും നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും, സബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം പുതുതായിട്ട് വന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ കൊളാബുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനൊക്കെ ഒരുമിച്ച് മുന്നേറാൻ കമൻ്റ് ഇടുന്നതിന് പകരം നിങ്ങൾ ഒരുമിച്ച് കൊളാബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 പേരുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുമ്പോൾ ഒരുപാട് വ്യൂസ് വരും. പിന്നെ ഈ കൊളാബ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഇപ്പോൾ യൂട്യൂബിൽ അപ്ഡേറ്റ് വന്നിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട്, പക്ഷെ വന്ന ശേഷം ഡീറ്റെയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് പകരം നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. അതിൽ ഈ കൊളാബിൻ്റെ മെയിനായിട്ട് കാര്യം 2 രീതിയിലാണ്. ഒന്ന് ക്രിയേറ്റേഴ്സ് ടു ക്രിയേറ്റേഴ്സ്, അതായത് ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, മറ്റൊരാളുമായിട്ട് എനിക്ക് കൊളാബ് ചെയ്യാം. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സും ഒരു ബ്രാൻഡ് ഡീലും തമ്മിൽ. ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡിൻ്റെ പരസ്യം ചെയ്യാമെന്ന് വിചാരിക്കുക, അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അവരുമായിട്ട് നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പോൾ ആ രൂപത്തിൽ 2 രീതിയിലാണ് ഈ കൊളാബ് വരിക. അപ്പോൾ അങ്ങനെ 2 രൂപത്തിലാണ് ഈ കൊളാബ് വരിക. പിന്നെ നമ്മളൊരു കൊളാബ് ചെയ്യുന്ന സമയത്ത് ഒരാളെ ആഡ് ചെയ്തിട്ട് അയാൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യാം. അവർ ആക്സെപ്റ്റ് ചെയ്താലാണ് ഈ കൊളാബ് ഓൺ ആവുക. വീഡിയോ പബ്ലിഷ് ആയി കഴിഞ്ഞാലാണ് കൊളാബ് വരുന്നത്. അപ്പം ഒരാൾക്ക് നമ്മൾ കൊളാബിൽ ലിങ്ക് ഷെയർ ചെയ്തു, മൂപ്പര് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, കൊളാബ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ അനലറ്റിക്സ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് നമുക്ക് ഓണും ഓഫ് ആക്കാം. എന്തിനാണ് ഈ അനലറ്റിക്സ് കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ 2 രൂപത്തിലാണ് നമ്മൾ കൊളാബ് ചെയ്യുക. ഒന്ന് ബ്രാൻഡ് ഡീൽസുമായിട്ട് ചെയ്യുന്നത്, ഒന്ന് ക്രിയേറ്റേഴ്സായിട്ട് ചെയ്യുന്നത്. ഈ ബ്രാൻഡ് ഡീൽസിൻ്റെ അവർക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, ആ വീഡിയോ എത്രത്തോളം റീച്ചായി, എത്രത്തോളം ക്ലിക്ക് വന്നു എന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കേണ്ടി വരും. അതിനാണ് ഈ അനലറ്റിക്സ് ഓണാക്കി കൊടുക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് ഡീൽസുമായിട്ട് ബന്ധപ്പെട്ട അനലറ്റിക്സ് ഓണാക്കി കൊടുക്കുന്ന അവർക്ക് അവരുടെ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓണാക്കുക ഓഫാക്കുക ചെയ്യാം.
പക്ഷേ നിലവിൽ ഈ ഒരു ഓപ്ഷൻ എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് അയക്കാൻ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അയക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എന്നാലും വരും. റീസെൻ്റായ ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊളാബ് വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ നല്ല രീതിയിലുള്ള റീച്ച് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുമെങ്കിൽ നിങ്ങളൊക്കെ പറ്റുന്ന ആളുകളൊക്കെ കൊളാബ് ചെയ്ത് നമുക്ക് പിന്നെ വീഡിയോ ഇടാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ സബ്ബിലൂടെ നിങ്ങളെ ആളുകളിലൂടെ എന്നെയും ആളുകൾ അറിയും. അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് ഇതുപോലെ ചെയ്ത് മുന്നോട്ട് പോകാം. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത് പിന്നെ ഈ ഒരു കൊളാബ് കേട്ടപ്പോൾ. ഷോർട്സിലും ചെയ്യാം, ലോങ് വീഡിയോയിലും കൊളാബ് ചെയ്യാം, എല്ലാത്തിലും കൊളാബ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങൾ അപ്ഡേഷൻ പുതിയതായിട്ട് വരാനുണ്ട്. വരുന്നതനുസരിച്ച് ഞാൻ ഡീറ്റെയിൽ പറയാം. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞുതരാം. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പിന്നെ നിങ്ങൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഫുഡ് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ, ഫുഡ് ബ്ലോഗ് ആയിക്കോട്ടെ, എന്താ ആയിക്കോട്ടെ, അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. നേരത്തെ ഞാൻ കണ്ണൂർ ജില്ലക്കാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ എല്ലാ ജില്ലക്കാരും ചെയ്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഡീറ്റെയിൽസൊക്കെ ഒന്ന് എനിക്ക് അതിൽ തരിക. കാരണം നമുക്ക് ഈ ബ്രാൻഡ് ഡീൽസ് പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചില പദ്ധതികൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പലരും മോണിറ്റൈസേഷൻ ആയിട്ടില്ല. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെറിയ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെങ്ങനെ റവന്യൂ നല്ല രീതിയിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സഹായമാവുന്ന രീതിയിൽ നമുക്കൊരു ബ്രാൻഡ് ഡീൽസിനെ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതിനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ചാനലിൻ്റെ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾ സംശയം ചോദിക്കാറുണ്ട്. അവർക്ക് ചെറിയൊരു ക്ലാസ് 99 രൂപയ്ക്കുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പം വീഡിയോ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.